നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് വോൾവോ ഐഷറിന്റെ 3009H എന്ന് പറഞ്ഞൊരു വാഹനമാണ്. നമ്മളിതിപ്പോൾ തമിഴ്നാട്ടിലെ ഈ റോഡ് സ്ഥിതി ചെയ്യുന്നൊരു സൺ കോച്ചിലാണ് ഈ ബോഡി നിർമ്മിച്ചിരിക്കുന്നത്. 34 സീറ്റ് ഇട്ടിട്ട് പുഷ് ബാക്കോട് കൂടിയാണ് വാഹനം വന്നിരിക്കുന്നത്. നമുക്ക് വലിയൊരു വിൻഷീൽഡ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ട്രാവൽസിന്റെ പേരും കൂടെ അടിച്ചു കഴിഞ്ഞാൽ നല്ല രീതിയിലുള്ള ഒരു ലുക്ക് ഉണ്ടാവും വണ്ടി കാണാനായിട്ട്. പിന്നെ അതിന്റെ ഹെഡ് വശം നോക്കുകയാണെങ്കിൽ ഒരു ചെറിയൊരു എയർ വെന്റിലേഷൻ മോഡൽ ഡിസൈനിലാണ് അവിടെ ചെയ്തിരിക്കുന്നത്. പിന്നെ ഈ കാണുന്ന ഒരു ഗ്രില്ല് നമുക്ക് ന്യൂമാറ്റിക് ആയിട്ട്, അതായത് എയർ ജാക്കിയുമ്പോൾ തന്നെ നമുക്ക് പൊക്കാനായിട്ടുള്ള ഒരു പോർഷനാണ്. നമുക്ക് അടയ്ക്കാനും തുറക്കാനും ഉള്ളിൽ നിന്ന് തന്നെ പറ്റും. പിന്നെ ഹെഡ്ലൈറ്റ് ഒരു പുതിയ ഡിസൈനിലാണ് ചെയ്തിരിക്കുന്നത്. ഇത് DRLോട് കൂടെ ചെയ്തിട്ടുണ്ട്. ഡിമും ബ്രൈറ്റിൽ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ നടുഭാഗത്തായിട്ട് നോക്കുകയാണെങ്കിൽ ഒരു ഹണികോംബ് ഗ്രില്ലും ഐഷറിന്റെ ഒരു ലോഗോയും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. മോഡൽ നെയിം നമ്മൾ പറഞ്ഞിരുന്നു 3009H എന്നാണ് മോഡൽ നെയിം വരുന്നത്. അതായത് 3000 സീരീസ് എഞ്ചിനാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. അതായത് 4 സിലിണ്ടർ 160 HP എഞ്ചിനാണ് ഇതിൽ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. വീൽ ബേസ് വന്നിട്ട് 4320 mm ആണ് വീൽ ബേസ് വരാം. പിന്നെ ഇതിന്റെ എഞ്ചിന്റെ ഭാഗം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയുകയാണെങ്കിൽ 160 HP ആണ് വരുന്നത്. 500 Nm ടോർക്ക് വരുന്നുണ്ട്. അപ്പൊ ഈ വാഹനം നമ്മൾ ഷാസി ഇറങ്ങുമ്പോൾ തന്നെ ഇൻബിൽറ്റ് AC കംപ്രസറോട് കൂടെ 24 വോൾട്ടിലാണ് വണ്ടി ഇറങ്ങുന്നത്. പിന്നെ നമ്മൾ ഇതിന് ഗിയർ ബോക്സിനെ പറ്റി പറയുകയാണെങ്കിൽ 6 ഫോർവേഡും റിവേഴ്സ് ആണ് ഉള്ളത്. നമ്മളത് ജസ്റ്റ് ഡ്രൈവർ സീറ്റിൽ ഇരുന്നിട്ട് അടുത്തൊരു സ്റ്റെപ്പ് കാണിച്ചു തരാം. ഷാസി വരുന്നത് ഡോമക് ഷാസിയാണ് വരുന്നത്. അതായത് ലൈറ്റ് വെയിറ്റ് ആണ്. എന്നാൽ നമ്മൾ കാർബൺ ഫൈബർ മെറ്റീരിയൽ ഒക്കെ പോലെ സ്ട്രെങ്തൻ ആയിരിക്കും. എന്നാൽ ലൈറ്റ് വെയിറ്റ് ആണ്. അതിന്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ മൈലേജ് നമുക്ക് കൂടുതൽ കിട്ടും. ഇതിന്റെ ടയർ ഭാഗം പറയുകയാണെങ്കിൽ 235, 75, 17.5 ട്യൂബ്ലെസ് ടയർ ആണ് വരുന്നത്. നമുക്ക് 2 ടൈപ്പ് ടയറിൽ അവൈലബിൾ ആണ്. JK ടയർ വരുന്നുണ്ട്, അപ്പോളോ ടയറും വരുന്നുണ്ട്. സ്റ്റെപ്പിന് ഉൾപ്പെടെ 7 ടയറും ട്യൂബ്ലെസ് ടയറിലാണ് വണ്ടി വരുന്നത്. ഇപ്പൊ 4320 mm വീൽ ബേസ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇതിൽ 34 സീറ്റ് ഇട്ടാലും ഇപ്പോൾ ക്യാബിനിലായാലും നമുക്ക് ലെഗ് റൂം ആയാലും ഡിക്കി സ്പേസ് ആയാലും അത്യാവശ്യം നല്ല രീതിയിലുള്ള സ്പേസ് കിട്ടുന്നുണ്ട്. ഇപ്പൊ നമുക്ക് ഈ മാർക്കറ്റിൽ തന്നെ വേറെ വണ്ടികൾ വരുന്നുണ്ട്. 4200 mm ആണ് വീൽ ബേസ് വരുന്നുള്ളൂ. 4200 വരുമ്പോൾ തന്നെ നമുക്ക് ലെഗ് റൂം വളരെ കൺജസ്റ്റഡ് ആയിരിക്കും. ഈ ഡ്രൈവർ ക്യാബിനിൽ നമുക്ക് സ്പേസ് വളരെ കുറവായിരിക്കും. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ ഒരു പ്ലസ് അഡ്വാൻറ്റേജ് ആയിട്ട് പറയാനുള്ളത് 4320 mm വീൽ ബേസ് ആയതുകൊണ്ട് തന്നെ നമുക്ക് അത്യാവശ്യം ഉള്ളിൽ ഇപ്പോൾ സീറ്റുകൾ പുഷ് ബാക്ക് ഇട്ടാൽ തന്നെ നല്ല രീതിയിൽ നമുക്ക് കംഫർട്ടബിൾ ആയിട്ട് ഇരിക്കാൻ പറ്റും. ഇപ്പോൾ ഡ്രൈവറിന്റെ ക്യാബിനിൽ തന്നെ അത്യാവശ്യം നമുക്ക് സ്പേസ് ഉണ്ടാവും. ഡിക്കിയിലും നമുക്ക് അത്യാവശ്യം നല്ല രീതിയിലുള്ള സ്പേസ് കിട്ടുന്നുണ്ട്. ഇതാണ് നമ്മുടെ വണ്ടിയുടെ സ്റ്റിയറിംഗ് കോളം വരുന്നത്. നമുക്കിത് ടെലിസ്കോപ്പിക് ആയിട്ട് വരുന്ന ഒരു സ്റ്റിയറിംഗ് സിസ്റ്റമാണ് ഇതിൽ വരുന്നത്. ഒപ്പം തന്നെ ഇതിൽ വോൾവോയുടെ സേഫ്റ്റി ഫീച്ചറായ കൊളാപ്സിബിൾ സിസ്റ്റം കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. കൊളാപ്സിബിൾ മീൻസ് നമ്മൾ പറയുന്നത് ഇപ്പോൾ ഫ്രണ്ടിന് എന്തെങ്കിലും ഇമ്പാക്ട് വരാണെങ്കിൽ സ്റ്റിയറിംഗിന്റെ കോളം മുമ്പോട്ട് മടങ്ങുന്ന ഒരു സിസ്റ്റം കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇതിൽ എഞ്ചിൻ ബ്രേക്ക് വരുന്നുണ്ട്. അത് ഈ ലിവറിൽ തന്നെയാണ് എഞ്ചിൻ ബ്രേക്ക് വരുന്നത്. ഒപ്പം തന്നെ ഹസാർഡ് ലാമ്പ് ഓപ്പറേറ്റ് ചെയ്യുന്നത് ഇവിടെ തന്നെയാണ്. പിന്നെ ഇതിൽ നമ്മള് ക്രൂയിസ് കൺട്രോളും കൂടെ ആവശ്യം കൊടുത്തിട്ടുണ്ട്. നമുക്കിപ്പോ ഒരു 35 കിലോമീറ്റർ മേലെ നമ്മൾ ഓടിക്കുന്ന ഒരു സ്പീഡ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഈ റൈറ്റ് സൈഡിൽ ലെവലിൽ സെറ്റ് ബട്ടുണ്ട്. ആ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ക്രൂയിസ് കൺട്രോളിൽ വണ്ടി ഓടിക്കാവുന്നതാണ്. പിന്നെ ഇതിന്റെ ഗിയർ ബോക്സ് കൊടുത്തിരിക്കുന്നത് ഒരു 6 സ്പീഡ് ഗിയർ ബോക്സ് ആണ്. ഓവർ ഡ്രൈവ് ഗിയർ ബോക്സ് കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ 6 ഫോർവേഡും ഒരു റിവേഴ്സ് ആണ് ഐശ്വര്യ കൊടുത്തിട്ടുള്ളത്. പിന്നെ ക്ലച്ച് വരുന്നത് എയർ ക്ലച്ച് ആണ് വരുന്നത്. അപ്പൊ നമുക്ക് ട്രാഫിക്കിലൊക്കെ ഈസി ആയിട്ട് വണ്ടി മൂവ് ചെയ്യാൻ പറ്റാവുന്ന ഒരു സിസ്റ്റം കൂടെയാണ് വരുന്നത്. പിന്നെ നമുക്ക് ഇപ്പൊ ഇതിൽ യൂസ് ചെയ്തിരിക്കുന്ന ഡാഷ്ബോർഡ് സിസ്റ്റം ഫുള്ളായിട്ട് ഐഷർ തന്നെയാണ്. നമ്മൾ ഐഷറിന്റെ ഫുള്ളി ബിൽറ്റ് സിസ്റ്റമിൽ വരുന്ന ഒരു ഡാഷ്ബോർഡ് അങ്ങനെ തന്നെയാണ് ഇതിൽ സെറ്റ് ചെയ്തിരിക്കുന്നത്. GATC ആണ് AC യൂസ് ചെയ്തിരിക്കുന്നത്. ഒപ്പം ഇത് ഡോർ ഓപ്പണിംഗ് സ്വിച്ചസ് ആണ് കൊടുത്തേക്കുന്നത്. ഇപ്പൊ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഡോർ ഓപ്പൺ ആവും. പിന്നെ തൊട്ടപ്പുറത്ത് നമുക്കൊരു 3 സ്വിച്ചുകൾ കാണാം. അത് കൊടുത്തിരിക്കുന്നത് വൈപ്പർ ഹെഡ്ലൈറ്റ് അതിന്റെ സ്വിച്ചസ് ആണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ നമുക്ക് ഇതിലെ എഞ്ചിൻ വാറണ്ടി കമ്പനി പറയണത് 4 കൊല്ലാണ് എഞ്ചിനും ഗിയർ ബോക്സിനും കമ്പനി പറയണത്. അത് അൺലിമിറ്റഡ് കിലോമീറ്റർ ആണ്. പിന്നെ അതിൽ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഉണ്ട്. നമുക്കിപ്പോൾ റബ്ബർ പാർട്സുകളായാലും അതിലൊക്കെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് പറയുന്നുണ്ട്. പിന്നെ ഹൗസിംഗ് പ്രൊപ്പലർ ഷാഫ്റ്റ് 2 വർഷമാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. പിന്നെ ഇതിന്റെ ടയർ ഭാഗം പറയുകയാണെങ്കിൽ നമുക്ക് ട്യൂബ്ലെസ് ടയേഴ്സ് ആണ് 7 വന്നിരിക്കുന്നത്. 235, 75, 17.5 ആണ് ടയർ സൈസ് വരുന്നത്. അത് ട്യൂബ്ലെസ് ടയറിലാണ് വണ്ടി വരുന്നത്. ഇപ്പൊ നമുക്ക് ഇതിലേക്ക് എടുക്കുന്ന ടയർ JK ടയറാണ്. നമുക്ക് അപ്പോളയിലും JKയിലും ഷാസി വരുന്നുണ്ട്. 2 വേരിയന്റിൽ വണ്ടി വരുന്നുണ്ട്. ഇതിന്റെ ഡീസൽ ടാങ്ക് വലതുവശത്താണ് വന്നിരിക്കുന്നത്. ഇതിന്റെ ഈ ഒരു പോർഷനിൽ നോക്കുകയാണെങ്കിൽ സൺകോച്ച് ഈ ഏരിയയിൽ ഒരു ഡിക്കി അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് അത്യാവശ്യം ലഗേജുകൾ എന്തെങ്കിലും വെക്കാനായിട്ട് നല്ലൊരു സ്പേസ് അതിൽ വന്നിട്ടുണ്ട്. അതിൽ ഡിക്കി വിത്ത് ജാക്കോട് കൂടിയാണ് വന്നിരിക്കുന്നത്. അപ്പൊ നമുക്ക് തുറക്കാൻ അടയ്ക്കാൻ ഈസിയാണ്. പിന്നെ എന്റെ ആഡ് ബ്ലൂ ടാങ്ക് വലതുവശത്ത് തന്നെയാണ്. ആഡ് ബ്ലൂ ടാങ്ക് കപ്പാസിറ്റി വരുന്നത് 27 ലിറ്ററാണ് ആഡ് ബ്ലൂ ടാങ്ക് കപ്പാസിറ്റി വരുന്നത്. അപ്പൊ നമുക്ക് എപ്പോഴും റീഫിൽ ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. നമുക്ക് കമ്പനി പറയുന്ന ഒരു കൺസപ്ഷൻ എന്ന് പറയുന്നത് 100 ലിറ്റർ ഡീസലിന് 3 ലിറ്റർ ആഡ് വരെയാണ് പറയുന്നത്. പിന്നെ ഇതിന്റെ സസ്പെൻഷൻ ഭാഗം പറയുകയാണെങ്കിൽ പാരബോളിക് സസ്പെൻഷൻ ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. പാരബോളിക് എന്ന് പറയുന്നത് നമുക്ക് ഏകദേശം ഒരു 4 ലീഫാണ് കമ്പനിയിൽ കൊടുത്തിരിക്കുന്നത്. 4 to 5 എണ്ണം ഉണ്ട്. 4 വന്നിരുന്നത്. 5 ലീഫായിട്ട് അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ പുറകിലേക്ക് വരാണെങ്കിൽ ഈ ഒരു ഭാഗത്തും ഒരു ഡിക്കി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അവര്.
ഇവിടെ നമുക്ക് അത്യാവശ്യം ലഗേജ് വെക്കാനായിട്ടുള്ള ഒരു പോർഷൻ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു ഭാഗത്തായിട്ടാണ് എമർജൻസി എക്സിറ്റ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഇപ്പോഴത്തെ ഏറെ പ്രകാരം എമർജൻസി എക്സിറ്റ് കമ്പൽസറി ആയിട്ട് വരുന്നുണ്ട്. ഈ 2 സ്റ്റെപ്പ് ഇതിലേക്ക് കയറാൻ ഇറങ്ങാനായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് ഈ വാഹനത്തിന്റെ പുറകുവശം നോക്കുകയാണെങ്കിൽ നമുക്ക് ഇതിന്റെ ഏകദേശം പുറകിലെ ഡിസൈൻ ഈ ലൈറ്റൊക്കെ ടൈൽ ലൈറ്റൊക്കെ ഏകദേശം ഒരു പഴയ മോഡൽ വോൾവോ ടൈൽ ലൈറ്റ് ആണ് അവർ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഈ കറുത്ത ഭാഗം കാണുന്നത് റിവേഴ്സ് സെൻസർ ആണ്. ഇത് നമ്മൾ ഷാസി ഡെലിവറി ചെയ്യുമ്പോൾ ഒപ്പം തന്നെ ഈ സെൻസറുകളും നമ്മളൊപ്പം കൊടുത്തു വിടുന്നുണ്ട്. നമ്മളിപ്പോ ഡ്രൈവർ സീറ്റിൽ ഇരിക്കുന്ന സമയത്ത് റിവേഴ്സ് ഗിയർ ഇടുന്ന സമയത്തും പുറകിൽ ആരെങ്കിലും പാസ് ചെയ്യുകയാണെങ്കിൽ ഉള്ളിൽ അലാം അടിക്കുന്ന സിസ്റ്റമാണ് ഈ സെൻസർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഡിക്കി വരുന്നത് ഇങ്ങനെയാണ്. നമുക്ക് ഷാസി ഇപ്പോ വാഹനത്തിന്റെ ഉള്ളിൽ തന്നെ വേണം, നമുക്ക് കട്ട് ചെയ്യാനോ അതുപോലെ ഷാസി എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഇല്ല. അതുകൊണ്ട് തന്നെയാണ് ഷാസി ഇവിടെ നിൽക്കുന്നത്. അത് കൂടാതെ തന്നെ അത്യാവശ്യം സ്പേസ് ഉണ്ട്. ഒപ്പം ഒരു ലാഡർ ഇത് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഗ്ലാസ് വാഷ് ചെയ്യാനൊക്കെ ആയിട്ട് ലാഡർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇത് ജാക്കിയാണ്. ഇത് വാഹനം വരുമ്പോൾ ഇരിക്കുന്ന സെയിം പൊസിഷനിലാണ് ഇരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇവിടുന്ന് വേണമെങ്കിൽ അഴിച്ച് മാറ്റി വെക്കണമെങ്കിൽ നമുക്ക് മാറ്റി വെക്കാവുന്നതാണ്. നമുക്ക് ഈ ഡോറിന്റെ ഒരു പോർഷൻ കഴിഞ്ഞാൽ ഉടനെ സൺ ബോഡിയുടെ ഒരു ബാഡ്ജിങ് കൂടെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഈ റോഡാണ്, തമിഴ്നാടുള്ള ഈ റോഡാണ് സൺ ബോഡി കോച്ച് വരുന്നത്. ഒരു 24 സീറ്റ്, 19 സീറ്റ്, 30 സീറ്റ് എല്ലാ വേരിയന്റ് വണ്ടികൾ ചെയ്യുന്നുണ്ട്. അവരെ കോൺടാക്ട് നമ്പറിൽ കൊടുത്തിട്ടുണ്ട്. ഈ ഫസ്റ്റ് കാണുന്ന ഭാഗം ബാറ്ററി ബോക്സ് ആണ്. ഇത് ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ ഫുൾ കവേർഡ് ആയിട്ടാണ് ബാറ്ററി ബോക്സ് ഇരിക്കുന്നത്. നമുക്ക് ചെളി കാര്യങ്ങളൊന്നും ഉള്ളിലേക്ക് കടക്കില്ല. ഇത് 24 വോൾട്ട് ആയതുകൊണ്ടാണ് 2 ബാറ്ററി വരുന്നത്. 130 AH-ന്റെ 2 ബാറ്ററിയാണ് ഇത് കൊടുത്തിരിക്കുന്നത്. ഒപ്പം ഒരു ടൈമറും ഇതിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നമുക്കൊരു 20 മിനിറ്റ് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് പവർ കട്ട് ഓഫ് ആവും. ഈ ഡ്രൈവർ നമുക്ക് ബാറ്ററിയുടെ സ്വിച്ച് ഓഫ് ചെയ്യാനൊക്കെ എന്തെങ്കിലും മറന്നുപോയി ഉള്ളിൽ ലൈറ്റ് ഇട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ടൈമർ ഉള്ളതുകൊണ്ട് ഓട്ടോമാറ്റിക്കായിട്ട് ബാറ്ററി കട്ട് ഓഫ് ആവും. ഇപ്പൊ ഇത് നമ്മൾ തുറക്കുകയാണെങ്കിൽ തന്നെ ഒരു സ്പെയർ വീലാണ് വെച്ചിരിക്കുന്നത്. അപ്പൊ നമ്മൾ നോർമലി കണ്ടുകൊണ്ടിരിക്കുന്നത് സാധാരണ ഗ്രില്ലുള്ള ടൈപ്പ് ഡിക്കി സ്പേസ് ആണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക. ഇപ്പൊ സ്റ്റെപ്പിന് വെക്കുന്ന പോർഷൻ എല്ലാവരും ഒരു ഗ്രില്ല് പോലെ ഇട്ടിട്ട് ടയറിങ് തള്ളി കയറ്റി വെക്കുന്ന ഒരു സിസ്റ്റമാണ് വന്നുകൊണ്ടിരുന്നത്. അപ്പൊ നമുക്ക് ഈ സ്പെയർ വീല് ഒരെണ്ണം കൂടി നമുക്ക് ഈസിയായിട്ട് വെക്കാം. അത് കൂടാതെ സാധനങ്ങൾ വെക്കാനുള്ള സ്പേസ് കൂടെ അവർ ചെയ്തിട്ടുണ്ട്. നല്ല വൃത്തിയിലാണ് ഇരിക്കുന്നത്. ടയർ അഴുക്കൊന്നും ഇല്ല. പുറത്തുനിന്നുള്ള ചെളി കാര്യങ്ങളൊന്നും കയറാത്ത ഒരു രീതിയിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇത് പൂർണ്ണമായിട്ടും ലഗേജ് വെക്കാൻ മാത്രമായിട്ട് ചെയ്തിരിക്കുന്ന ഒരു പോർഷനാണ്. അപ്പൊ അത്രയും കാര്യങ്ങളാണ് വാഹനത്തിന്റെ ഇടതുവശത്ത് വരുന്നത്.